കാൽവിൻ പെർഫ്യൂംസിന്റെ 58ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഊത് പെർഫ്യൂമിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഉള്ള ആളല്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ചധികം ടോപ്പിക്കുകളും കുറെ ആർട്ടിക്കിൾസും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റുകളൊക്കെ ചിലപ്പോൾ കാണാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതൊന്ന് തിരുത്തിക്കണം. നമ്മൾ തെറ്റായ വിവരങ്ങൾ പുറത്ത് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ തിരുത്തണം. ഓക്കെ, ഊത് പെർഫ്യൂംസിനെ ഞാൻ എൻ്റെ രീതിയിൽ ഒരു 3 ആക്കി തിരിക്കുകയാണ്. 3 ക്ലാസിഫിക്കേഷനിലാക്കി തിരിക്കുകയാണ്. പുറത്തങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 3 ക്ലാസിഫിക്കേഷനാക്കി തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിയലി ഉള്ള ഊത് മരങ്ങളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഊതിന്റെ സ്കിൻ ഉണ്ടല്ലോ, അതാണ്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഊത് മരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ പല ഭാഗത്തുണ്ട്. നമ്മളെല്ലാവരും ആദ്യമൊക്കെ ധരിച്ചിരുന്ന ആസാമിലാണ് ഊത് മരങ്ങൾ ഉള്ളതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആസാമിൽ മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെയും ഊത് മരങ്ങൾ ഇഷ്ടംപോലെ ഇപ്പം ആളുകൾ നട്ട് വളർത്തുന്നുണ്ട്. കാശ്മീരിലുണ്ട്, അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും ഊത് മരങ്ങളുണ്ട്. ഈ ഊതിന്റെ പെർഫ്യൂംസ് കൂടുതലും ഉപയോഗിക്കുന്നത് അറബികളാണ്, മിഡിൽ ഈസ്റ്റിലെ ആളുകളാണ്. സത്യത്തിൽ അവിടെ ഒരു ഊതുമരം പോലും ഇല്ല. ഇതെല്ലാം ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും ഒക്കെ പോകുന്ന ഊതുമരത്തിൽ നിന്നെടുക്കുന്ന പെർഫ്യൂമും മരത്തിന്റെ തൊലിയൊക്കെയാണ്. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ ഊതുമരത്തിൽ നിന്നും ഈ ഊതിന്റെ സ്കിന്ന് തൊലി എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. വർഷങ്ങൾ കഴിഞ്ഞ് അതിനെന്തോ ഫംഗസ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഒരുപാട് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിൽ തന്നെ മണമുണ്ട് വ്യത്യാസങ്ങൾ. ഇപ്പൊ കാശ്മീരിൽ നിന്ന് എടുക്കണ ഊതുമരത്തിൽ നിന്നുള്ള സ്മെല്ലും ആസാമിൽ നിന്ന് എടുക്കണതും കേരളത്തിൽ എടുക്കണതും ഒക്കെ മണത്തിൽ വ്യത്യാസമുണ്ട്. ബേസ് ആയിട്ടുള്ള ഒരു DNA സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. സ്മെല്ലിൽ ഭയങ്കര അധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതില് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഈ ഊതുമരത്തിൽ നിന്നും എടുക്കുന്ന ആ ഒരു സ്കിന്ന്, തൊലി, അത് ഉപയോഗിക്കുന്ന രീതി, അത് മിഡിൽ ഈസ്റ്റിലും ഒക്കെ കൂടുതൽ ആളുകൾ പുകയ്ക്കാനായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതൊരു ബേർണറിലിട്ട് പുകയ്ക്കും. ഓഫീസുകളിലും വീടുകളിലും ഒക്കെ ഈ പുക, ഊതിന്റെ സ്മെല്ല് ഇങ്ങനെ നല്ലോണം വരും. അവരത് പുകച്ചുകൊണ്ടേയിരിക്കും. 24 hours അത് പുകയ്ക്കും. അത് അങ്ങനെ രീതിയിൽ ഊതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഒരു വിഭാഗം. പിന്നീട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്കിന്നിൽ നിന്നും അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ഓയിൽ എടുത്തുകൊണ്ട് യൂസ് ചെയ്യുന്ന രീതി. അത് ഓയിൽ ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് സ്പ്രേ രീതിയിൽ. ഞാനൊരു വേഗം പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നു ഊത്. അപ്പൊ ഊതിന്റെ ഉപയോഗം ആ രീതിയിൽ പെർഫ്യൂം ആയിട്ട് വരുന്നു. ഞാൻ ലാസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് പെർഫ്യൂം ആണല്ലോ, പെർഫ്യൂമിലേക്ക് എത്തുന്നു. ആ ഊതിന്റെ സ്കിന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽ വെച്ച് പെർഫ്യൂം ഉണ്ടാക്കുന്നു. ആ പെർഫ്യൂമിലും മണങ്ങൾ കുറേ ആയിരിക്കും കേട്ടോ. ഇപ്പൊ കുവൈറ്റി ഊത് കേട്ട് കാണും. കുവൈറ്റി ഊത്, നബീൽ ഊത്, ആസാം ഊത്, കാശ്മീരി ഊത് ഒക്കത്തിനും ഡിഫറെന്റ് ആണ്. എല്ലാം ഈ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിൽസ് ആണ്. ഇതിന്റെ വില ഭയങ്കരമാണ്. ഒരു ചെറിയ അളവിന് പോലും 20,000 രൂപ 25,000 രൂപയാണ് ഒറിജിനൽ ഊത് ഓയിലുകൾക്ക് വില വരുന്നത്. ഇപ്പോ പോപ്പുലറായിട്ട് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഒറിജിനൽ ഊത് അല്ല കേട്ടോ, അതിന്റെ സിന്തറ്റിക് വേർഷനാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. എല്ലാവരും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇപ്പൊ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വേർഷൻ തന്നെയാണ്. ഒരുപാട് കാശുള്ള ആളുകളാണ് ഒറിജിനൽ വേർഷൻസ് ഉപയോഗിക്കുന്നത്. ഈ സിന്തറ്റിക് ഓയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു വെർഷനിലേക്ക് വരാം. ഈ നമ്മുടെ ഊത് ഫസ്റ്റ് പറഞ്ഞപ്പോൾ അതിലുള്ളൊരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം അല്ല, ഊതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാ, ഭയങ്കര സ്ട്രോങ് ആ. അതൊരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമായിരിക്കും അതിന്റെ മണം ഇഷ്ടപ്പെടുകയുള്ളൂ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ചില ഊതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ചകിരി ചീഞ്ഞ മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറ്. എൻ്റെ നോട്ട്സിലെ രസമുള്ളതായിരിക്കും, പക്ഷെ നമുക്ക് തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും അട്രാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന് പരിഹാരമായിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ ആളുകൾ ചെയ്യുന്നത് അതിനെ വേറെ പല സാധനങ്ങളായിട്ട് മിക്സ് ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഗൾഫ് കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് 10,000 പെർഫ്യൂം ഷോപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ അവിടെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഊതിന്റെ പെർഫ്യൂം ഓയിൽ എടുത്തിട്ട് മറ്റ് ഓയിലുകളുമായിട്ട് മിക്സ് ചെയ്യും. പ്രൈവറ്റ് ബ്ലെൻഡ്, അതായത് ചിലപ്പോൾ ജാസ്മിൻ ആവാം, റോസ് ആവാം, അല്ലെങ്കിൽ ഫ്രൂട്ടി ഫ്ലേവറുകളാവാം. അങ്ങനെ പല പല ഫ്ലേവറുകളായിട്ടുള്ള നമ്പർ ഓഫ് കോമ്പിനേഷൻ
ഉണ്ടാവും. ഊദ് ആൻഡ് റോസസ്, അൽമഗ്രിബിന്റെ ഊദ് ആൻഡ് റോസസ്, അദ്ദേഹം ഊദും റോസും ഒക്കെ കൂടി ചേർത്തൊരു പെർഫ്യൂം ഇറക്കിയേക്കുക. അങ്ങനെ 10,000-കണക്കിന് പെർഫ്യൂംസ് ഇവര് സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് ഓരോ പേരിട്ട് ഇറക്കുന്നുണ്ട്. ഒരുപാട് പെർഫ്യൂം, തായിബ ഊദ്, ഊദ് മാദ്വി, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് ഓർഗനൈസേഷൻ, പെർഫ്യൂം ഷോപ്പുകൾ, ഫാക്ടറികളൊക്കെ ഇപ്പൊ ഗൾഫ് കൺട്രീസിലുണ്ട്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പൊ ലക്ഷക്കണക്കിന് പെർഫ്യൂംസ് ഇതുപോലത്തെ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരും. കാരണം അതൊരു ലോക്കൽ ആ ഏരിയയിൽ നെറ്റ്വർക്കിലായിരിക്കും കൂടുതലും ചെയ്യുക. അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ട് വൈഡൻ ഏരിയയിലും മറ്റ് കൺട്രീസിലേക്കും ഒക്കെ മറ്റ് പ്ലേസുകളിലേക്കൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, മീൻസ് കമ്പനികളുണ്ട്. രസാസി, ലത്താഫ, അറേബ്യൻ ഊദ്, ഗിസ, അങ്ങനെയൊക്കെയുള്ള കുറെ അറബിക് കമ്പനികളുണ്ട്. അവരുടെ പ്രൊഡക്ട്സുകൾ ഇതുപോലത്തെ നമുക്ക് പുറത്തൊന്നും കിട്ടും, എവിടെ പോയാലും നമുക്ക് കിട്ടും. പക്ഷെ മെജോറിറ്റി ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അതൊരു ഷോപ്പുകളിലൂടെ അവരുടേതായ പ്രൈവറ്റ് ബ്ലെൻഡ് ഉണ്ടാക്കി നല്ല കുപ്പികളിൽ, നല്ല മനോഹരമായ കുപ്പിയിൽ, നല്ല രസമുള്ള പെർഫ്യൂംസ്, എല്ലാ അടിപൊളി പെർഫ്യൂംസ് ആയിരിക്കും ഇതെല്ലാം. നല്ല രസമായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട്. പക്ഷെ നമുക്ക് അത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇഷ്ടപ്പെട്ടു അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരും. അതാണ് മെയിൻ പ്രശ്നം. അല്ലാതെ ഈ ബ്രാൻഡഡ് ഐറ്റത്തിലേക്കായിരിക്കും മേടിക്കേണ്ടി വരുന്നത്. ഇനി ഉള്ള ഒരു മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇതിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഊദ് പെർഫ്യൂംസ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബ്രാൻഡ്, ഇപ്പൊ ഗുച്ചി, ക്രീഡ്, വേഴ്സാച്ചെ, അങ്ങനെയൊക്കെയുള്ള പെർഫ്യൂം ഇതുണ്ടല്ലോ, കമ്പനികളുണ്ടല്ലോ, അവർക്കും ഈ ഊദ് ബിസിനസ്, മീൻസ് പെർഫ്യൂംസ് ഉണ്ട്. അത് ഇതുപോലെ തന്നെ പക്ക ഊതല്ല, അത് ഇതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് വരുന്ന ഊദ് പെർഫ്യൂംസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അവരുടെ എപ്പോഴും സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ ഫ്രഞ്ച് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഊദ് പെർഫ്യൂംസും യൂസ് ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് പെർഫ്യൂംസിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ്, അത് എവിടെയും കിട്ടും. ഏത് സ്ഥലത്ത് പോയാലും, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും കിട്ടും, കേരളത്തിൽ കിട്ടും, മറ്റ് കൺട്രീസിലൊക്കെ കിട്ടും. അത് എവിടെയും അവൈലബിൾ ആണ്. കാരണം അതൊരു ബ്രാൻഡഡ് ഐറ്റം ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഞാൻ ഇട്ടതേക്കണാണ്. ഇങ്ങനെയാണ് ഊദ് പെർഫ്യൂംസുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 ക്ലാസിഫിക്കേഷനിലുള്ള കുറേശ്ശെ ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും ഷോപ്പിൽ ഫോക്കസ് ചെയ്യുന്ന ഫ്രഞ്ച് പെർഫ്യൂംസ് ആണ്. ഊദ് പെർഫ്യൂംസ് കുറവാണ്, പക്ഷെ എങ്കിലും ഈ 3 കാറ്റഗറിയിലും കുറച്ചൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂംസ് പരിചയപ്പെടുത്താം. ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോയിൽ ഈ ഇന്റർനാഷണൽ ബ്രാൻഡുകളിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഊദ് പെർഫ്യൂംസുകളെ പരിചയപ്പെടുത്താം. അതുവരേക്കും എല്ലാവർക്കും